അമ്മ ഇന്നെന്താ സ്പെഷ്യൽ ഈവനിങ്? ഈവനിങ് സ്പെഷ്യൽ ബാബാ പൂജ ഉണ്ടല്ലോ. അപ്പൊ ബാബയ്ക്കും നമുക്ക് പ്രസാദം വെക്കണമല്ലോ. ഒക്കെ ചേർത്തി നമ്മള് ഇത്ര ദിവസം ഉണ്ടാക്കാത്ത ഒരു സ്നാക്സ് ആണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്താ ഉണ്ടാക്കണ്? പഴം നിറച്ചത്. പഴംപൊരി വേറെ. അതാ ഇതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ഇതില് മൈദ, അരി ഒരു അരിപ്പൊടി ഒരു 2 സ്പൂണല്ലേ? 2 സ്പൂൺ വേണോ? ഞാൻ 1 സ്പൂൺ 1.25 ഇട്ടാൽ മതി. നല്ല ബലമായി പോവല്ലേ. ഇത് മതിയില്ല. 1 സ്പൂൺ നിറച്ച്. ഇതിവിടെ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കണത്. അമ്മ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണത്. അതുകൊണ്ട് നമുക്ക് വലിയ ധാരണയില്ല. എന്നാലും നമുക്ക് ബാബാ പൂജയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പലഹാരങ്ങൾ ചെയ്യണതുണ്ട്. അപ്പോൾ നെയ്വേദ്യം പോലെ വെക്കാൻ. അപ്പോൾ ഇത്ര ദിവസവും എനിക്ക് എന്തെങ്കിലും അറിഞ്ഞത് വെക്കും, ഉണ്ടാക്കി വെക്കും ഞങ്ങൾ പൂജയ്ക്ക്. അല്ലെങ്കിൽ എനിക്ക് പറ്റിയില്ലെങ്കിൽ ആതിര വെക്കും, ആതിരയ്ക്ക് പറ്റിയില്ലെങ്കിൽ ജ്യോതിക വെക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരങ്ങനെ മാറി മാറി വെക്കാറുണ്ട്. പ്രസാദമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ പൂജ എടുക്കും. ഇന്ന് ഇങ്ങനെ ഒരു സ്നാക്സ് പോലെ അങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു 3/4 കപ്പ് മൈദ, 1 സ്പൂൺ നിറച്ച് അരിപ്പൊടി, ഒരു 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് ഉപ്പ്. മഞ്ഞൾപ്പൊടി ഇടുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. ചിലർ കളർ ആഡ് ചെയ്യാറാണ് പതിവ്. ഇവിടെ കൂടുതലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ചെയ്യുക. ഇത് നമ്മൾ നല്ല വെള്ളം പോലെ ആക്കാൻ പാടില്ല. സുയ്യനക്കൊക്കെ കുഴക്കില്ലേ, കുറച്ച് കട്ടിയിൽ. ഇഡ്ഡലി മാവ് പരുവെന്ന് വെക്കാം. നേരത്തെയും കലക്കി വെക്കൊന്നും വേണ്ട. നമ്മളിവിടെ പഴംപൊരിയൊക്കെ നേരത്തെ കലക്കി വെക്കാറുണ്ട്, ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട്, സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെ സ്മൂത്ത് കിട്ടണമെന്നൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട്. ഞാനിത് ചെയ്ത് നോക്കിയിട്ടുമില്ല. അത് കാരണം ഒരു മടി ഉണ്ടായിരുന്നു ചെയ്യാൻ. ഒരു ആൾക്കറിയാം എങ്ങനെ ചെയ്യണതെന്ന്. ഇപ്പം ആള് ജോലിക്ക് പോയിരിക്കല്ലേ. ഇല്ലെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ ധാരാളമായിട്ട് നിൽക്കും. രാവിലെ പഴത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള അവില് ഇതിലൊരു 1/2 കപ്പ് മതിയാവും. കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഒരു 5 പഴത്തിൻ്റെ ഉള്ളിൽ വെക്കണ പോലെ ഉള്ളൂ. നമുക്ക് അവില് നനച്ച് കഴിഞ്ഞാൽ കുറേ ആവുമല്ലോ. അവരൊന്ന് ഇത്തിരി വെള്ളം നനച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഇളക്കിയിട്ട്. രാവിലെ ഒന്ന് നനയട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങയിൽ കുറച്ച് പഞ്ചസാര, ഏലക്കാപ്പൊടി ഒക്കെ ഇടാം. 1 സ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 4 സ്പൂൺ ആവശ്യപ്പെടും അല്ലേ? 4 സ്പൂൺ പഞ്ചസാര. ഈ 4 സ്പൂണൊന്നും ഇട്ട് അച്ഛന് തികയില്ല എന്നുള്ളൂ. അച്ഛന് നല്ല മധുരം വേണം. നനഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് കയ്യിലൊന്ന് നോക്കിയിട്ട് ഇത്രയും കൂടി വെള്ളം നനച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കുക. അവില് നനഞ്ഞിട്ട് വേണം, നല്ലോണം ഒന്ന് നനഞ്ഞ് സോഫ്റ്റ് ആവണം അവില്. എന്നിട്ട് വേണം നമ്മൾ തേങ്ങ പഞ്ചസാരയ്ക്ക് ഇടാൻ. ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ മധുരം കൊള്ളുമ്പോൾ അവില് ഇത്തിരി ബലം വെച്ച് പോകും. അപ്പോൾ ആ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ ഒന്ന് വെള്ളത്തിൽ നല്ല ഒന്ന് സോഫ്റ്റ് കിട്ടണം, കുതിർന്നിട്ട്. അപ്പം അതിനാണ് നമ്മൾ ആദ്യം അവിലിങ്ങനെ നനയ്ക്കുക. അവില് ഏതൊരു ഡിഷ് ഉണ്ടാക്കിയാലും
ശർക്കര ആയാലും പഞ്ചസാര ആയാലും ഏതൊന്ന് അവിൽ നമ്മൾ ഇടുമ്പോഴും അവിൽ കുതിർത്തിട്ട് വേണം അത് ഇടാൻ. അപ്പോൾ ഇതാ കുതിർന്നിട്ടുണ്ട്. നല്ല ഇങ്ങനെ കയ്യിലൊന്ന് നോക്കണം, അമർത്തി നല്ല സ്മൂത്തായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങയും പഞ്ചസാരയും ഏലക്കയും ഇടണം. നമ്മളിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ കൂടി, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കുക. പഞ്ചസാര അവിലൊന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴം കട്ട് ചെയ്യൽ കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് ചെയ്ത് നോക്കാം. 2 എണ്ണം അവിടെ ചെയ്ത് വെച്ചു. നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്ത് ഇനി ആ തട്ടം വരെ കൊണ്ടുവരണ്ട, ഇതോടുകൂടി നിർത്തുക. ഇങ്ങനെ കുറച്ചൊന്ന് ഇറക്കി കൊടുക്കുക ഉള്ളിൽ, എന്നാലേ നമുക്കൊന്ന് വിടർത്താൻ പറ്റുള്ളൂ. വിടർത്തിയാൽ അതിലാണ് ഉള്ളിൽ അവിൽ ഇങ്ങനെ വിടർത്തുക. എന്താ എന്നിട്ട് മെല്ലെ കൈ വെച്ച് ഇങ്ങനെ ആക്കുക. ഇതെങ്ങനെയാണ് ഫില്ലാക്കി വെക്കുക. ഫില്ലാക്കാൻ വലിയ പണിയില്ല. ഉള്ളിൽ നല്ല കുറച്ചൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ അമർത്തണം. അമർത്തുമ്പോൾ ഒന്ന് വിടർന്ന് കൊടുക്കുന്നുണ്ട് പഴം. ഇത്തിരി മേലെ ഇങ്ങനെ ഇത്തിരി വെച്ചാണ്ടല്ലോ, പിന്നെ അത് ഉള്ളിൽ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. നല്ല പഴം പഴുക്കാൻ പാടില്ലേ, നല്ല പഴുത്ത് പോയാൽ പോയി, ഇങ്ങനെ വെക്കാൻ പറ്റില്ല നമുക്ക്. അതേപോലെ നല്ല പഴുക്കാതെ ഇരിക്കാൻ പാടില്ല, അത് മീഡിയം പഴുപ്പ്. ഞാനറിയാം നമുക്ക് പഴം മുറിച്ച് കഴിയാൻ ഇങ്ങനെ കറക്റ്റ് നിൽക്കണം. കൂടുതൽ പഴുപ്പില്ലാതിരുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കല്ലിപ്പുണ്ടാവും പഴത്തേക്ക് ചൂടിലിടുമ്പോഴേ. അത് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെച്ച് പഴം പുഴുങ്ങിയെടുക്കുമ്പോഴും അങ്ങനെ തന്നെ, എണ്ണയിലിടുമ്പോഴും അങ്ങനെ തന്നെ. എന്താ കിച്ചണിൽ നിനക്ക് പരിപാടി? എന്ത് വേണം? ഇത് പഞ്ചസാര ഇട്ട കാരണം അവില് ധ്രുവിക്കിന് ഈ അവിലില്ല. അതെ, ധ്രുവിക്കിന് ഞങ്ങള് പഞ്ചസാര ഐറ്റംസ് അതുപോലെ തന്നെ എണ്ണമെഴുക്ക് ഉള്ളത്, അവൻ്റെ ശരീരം കേടാക്കുന്നതായിട്ടുള്ള ഒന്നും നമ്മൾ ഇപ്പം കൊടുക്കുന്നില്ല. അവൻ വളരുമ്പോൾ കഴിക്കുന്നത് നമ്മൾ നോക്കണ്ട. ഇപ്പം എന്തായാലും നമ്മൾ കഴിക്കുന്ന പ്രായമല്ലേ, അപ്പോൾ അവൻ്റെ ഹെൽത്താണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും മുഖ്യമായിട്ടിരിക്കുന്നത്. അതിന് വേണ്ടി സെപ്പറേറ്റ് അവന് ഫുഡ് തനിച്ചൊന്നും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ മാറി നമ്മുടെ ഫുഡിൽ ഞങ്ങളെ ഫുഡ് തന്നെ, ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് തന്നെ സ്പെഷ്യലാ. ഷോർട്സിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കുറേ വെജിറ്റബിളും കുറേ ഫ്രൂട്ട്സുകളും കൂടുതൽ ഞങ്ങളെല്ലാവരും അങ്ങനെ കഴിക്കാറ്. അത് തന്നെ ഞങ്ങളുടെ കുട്ടിക്കും കൊടുക്കാറുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ എന്നാൽ അവൻ്റെ ശരീരത്തിന് നല്ലതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കാറ്. നാടൻ മുട്ട കൊടുക്കും അവന്, പിന്നെ കാടമുട്ട കൊടുക്കും, അങ്ങനെയൊക്കെ ഫുഡിൽ അവന് കൊടുക്കാറുണ്ട്. ഇതെന്തോ ഒരു പുതിയ ലൈറ്ററാണ്. ഇത് ആക്ച്വലി ബാറ്ററിയാണ്. ഇത് ഇത്ര നല്ല സാധനമായിട്ടൊന്നും പറയല്ല, എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞങ്ങൾ വാങ്ങിച്ചതാട്ടോ. ഇന്നലെ പോയപ്പോൾ ലൈറ്റർ ഇവിടെ കേടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ മേടിച്ചാണ്. ബാറ്ററിയാണ്, നമുക്ക് കേടായാലും നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ സാധനം സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റൗ നമുക്ക് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണയാണ്. നമ്മൾ ഈ ഏത്തപ്പഴത്തിൽ എന്തുണ്ടാക്കുമ്പോഴും ഏട്ടൻ പറയാറുണ്ട് വെളിച്ചെണ്ണ യാത്ര അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ മൂപ്പര് എണ്ണയും എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു വാശിയിലാണ്.
നമുക്കിത് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇട്ട് ഇത് ഫുള്ളായിട്ടുള്ള പഴമായതുകൊണ്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈ പൊള്ളാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനധികം മാവിൻ്റെ ആവശ്യമില്ല അല്ലമ്മ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്ത് വിട്ടാൽ മതി. അതിന് ആദ്യം നമ്മൾ പഴംപൊരിൻ്റെ ഇതിൽ കുറച്ചും കൂടി കട്ടിയിലല്ലേ എടുത്തത്. അപ്പോൾ ഓവർ കട്ടിയായാലും ബുദ്ധിമുട്ടാണ്. മതി, രണ്ടെണ്ണം വെച്ചിട്ട് മറിച്ചിടാനും ശ്രദ്ധ വേണം. രണ്ടെണ്ണം അയ്യോ, രണ്ടെണ്ണം കയ്യിലെടുക്കുക ഇങ്ങനെ, എന്നിട്ട് മെല്ലെ മറിച്ചിടുക. ഒരു സാധനം ഒരു കയ്യിൽ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ തിരിക്കുമ്പോഴാണ് എണ്ണ തിരിക്കുക. ഇത് മതിയാവും. ഇതാ എല്ലാ സ്ഥലത്തും നല്ല ചുവന്ന് വന്നിട്ടുണ്ട് കളറ്. ആതിര, നമ്മുടെ വീട്ടില് നമ്മുടെ ബാബ പൂജയ്ക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡിഷാണ്. അപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ലതാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്നാ തോന്നണം. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് പറയണം കേട്ടോ. ജ്യോതികാവും പറയണേ. ഇതാ അമ്മ കഴിച്ചു നോക്ക് ആദ്യം. നീ കഴിച്ചു നോക്ക്, എന്നിട്ട് ഞാൻ കഴിക്കാം. നമ്മളുണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ എങ്ങനെ ഇതാ കഴിച്ചു നോക്ക്. നന്നായിട്ടുണ്ട്, പക്ഷെ അച്ഛന് മധുരം പോരാട്ടോ. അല്ലേ, അച്ഛന് മധുരം പറ്റില്ല. അച്ഛന് നല്ല മധുരം വേണ്ട ആളാണ്, പക്ഷെ ഞങ്ങൾക്കൊക്കെ അത് മതി. സൂപ്പറായിട്ടുണ്ട്. പക്ഷെ അതിലാ മധുരം ഇതാ കറക്റ്റിന് തോന്നുന്നു കുട്ടി. അത് നമുക്ക്, അച്ഛനത് പറ്റില്ല. അതല്ല, ഇതിനേക്കാളും മധുരം ഉണ്ടെങ്കിൽ കൊള്ളില്ല. അത് ആ പഴത്തിന്റെ രുചിയൊന്നും കിട്ടില്ലല്ലോ. ഇപ്പൊ നമുക്ക് പഴം വന്നിട്ട് മീഡിയം സൈസ് പഴുപ്പുണ്ട്. അപ്പൊ നല്ല പഴത്തിലും നമുക്ക് നല്ല മധുരമുണ്ട്. മാവിലും ഇട്ടിട്ടുണ്ട് പഞ്ചസാര, അവിലും ഉണ്ട്. എല്ലാം കൂടി ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല മേലെ നല്ല സ്മൂത്തായിട്ട്, ഉള്ളിൽ അവലും അതുപോലെ തന്നെ നമ്മൾ കുതിർത്തിയിട്ടല്ലേ ഒക്കെ കലക്കി വെച്ചത്, പഞ്ചസാര തേങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിൽ സിമ്പിളാണ്. അവൽ തേങ്ങ ഒക്കെ സിമ്പിളായിട്ട് വെച്ചാലും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കുട്ടി കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങളല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞ്? പഴ റോസ്റ്റ് എന്നാ പറയാ? ഇഷ്ടായ? അടിപൊളി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.